ഇവിടെ ആര് വന്നാലും ഞങ്ങൾ അവരെ വിശ്വാസത്തിലെടുക്കും. അതിപ്പോൾ UDF ഗവൺമെൻറ് വന്നാലും ആര് വന്നാലും നമ്മളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്കെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും ബന്ധം. പക്ഷെ ഒരു കാര്യം രാഷ്ട്രീയ പാർട്ടിക്കാരോട് ഞങ്ങൾ പറയുന്നു, പാഠം പഠിക്കണം, പാഠം പഠിക്കണം. ആരെ നമ്പിയാലും AP ടീമിനെ നമ്പരുത് സുഹൃത്തുക്കളെ. നമ്പിയോ പരാജയം ഉറപ്പ് ലാ ശക്ക ഫീഹി. അതിൻ്റെ തെളിവാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയ രഹസ്യ മീറ്റിങ്ങൾ എത്രയാണ്? അതിലൊന്നാണ് ഇവിടെ പൊളിഞ്ഞു പോയൊരു സംഭവം. കാസർഗോഡ് കന്തൽ സൂപ്പി മദനി എന്ന് പറഞ്ഞ ആള് സംഘടനയുടെ നയം വിശദീകരിച്ചുകൊണ്ട് രാത്രിയിൽ ക്ലാസ് എടുത്തത്. ആരാ ക്ലാസ് പുറത്തിട്ട്? ഓലെന്നെ. എങ്ങനെയാ പുറത്തെത്തിയത് കേട്ടോളൂ. അത് നമ്മൾ മറക്കാൻ പറ്റില്ല. വരട്ടെ ഒരു സംശയമില്ലാതെ നിലനിർത്തുകയും അതിനെ വൃത്തിപ്പെടുത്തി നമ്മുടെ മക്കളിലേക്കും അനന്തരന്മാരിലേക്കും നമുക്ക് പകർന്നു കൊടുക്കാനുള്ള കഴിവ് നമ്മൾ നേടിയെടുക്കുകയും വേണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നിലപാടെന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച എല്ലാ ജില്ലകളിലെയും എല്ലാ സംഘടനകളിലെയും പ്രധാനപ്പെട്ട ഭാരവാഹികൾ വിളിച്ച് കോഴിക്കോട് പാർലമെന്റ് എന്ന് പറയുന്ന ഏർപ്പാടുണ്ടായി. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചക്ക് 1 മണി മുതൽ ജില്ലയിലേക്ക് വരികയാണ്. അതേപോലെ തന്നെ തോളിലേക്ക് വരികയാണ്. അതിൽ വെച്ച് വളരെ കർക്കശമായി നമ്മുടെ നിലപാടുകൾ പ്രഖ്യാപിച്ചത് 1989 നമ്മൾ ഏത് ആവശ്യത്തിന് വേണ്ടി തുടർന്നു പോകും. ആ സമയത്ത് ആരാണോ നമ്മളെ സഹായിച്ചത്, ഇന്ന് വരെയും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണോ, അതേ പാതയിൽ തന്നെ അത് വെച്ച് മുന്നോട്ട് പോകാനാണ് നമ്മളോട് കത്തിച്ചത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിച്ചു വേദാറാകേണ്ടതില്ല. ഏതെങ്കിലും ന്യൂസുകൾ വരുമ്പോഴേക്കും അത് കണ്ടിട്ട് അഭിപ്രായപ്പെടേണ്ടതില്ല എന്ന നടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ വഴിയിൽ നമ്മൾ അടിയുറച്ചിട്ടുണ്ട്. നേതൃത്വം അംഗീകരിക്കാനും ആൾക്കാർ നേതൃത്വം എന്ത് പറഞ്ഞാലും അംഗീകരിക്കുന്നവരാണ്. അപ്പോഴേക്കാൾ കേഡർ സ്വഭാവം ശരിക്കേട്ടോളി. ഈ ഇലക്ഷനിൽ 2026 മെയ്യിൽ വന്നല്ലോ റിസൾട്ട്. അതിന്റെ തൊട്ടു മുമ്പ് കാസർഗോഡ് ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടി മദനി ബിരുദധാരിയായ സംഘടനാ നേതാവ് ഒരു ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. നമ്മളുടെ നയം 89 മുതൽ നമ്മളെ സഹായിക്കുന്നവരാരാ? ഓൽക്ക് വോട്ട് ചെയ്താൽ മതി. കേഡർ സ്വഭാവം വേണം. എന്ത് കേഡർ സ്വഭാവം? അവിടെ വല്ല നേതാക്കൾ ഉണ്ടെങ്കിലല്ലേ. വലിയ നേതാവിന് റൂമിലിരുത്തി അങ്ങോട്ട് ക്ലാസ് എടുത്തു കൊടുക്കുക. എന്നിട്ട് ഒരു നിലക്കും നേതാവാകാൻ പറ്റാത്ത ഈ ബിസിനസ്മാനും പേരോട് ഇറങ്ങി നേതാവാകുക. ആ നേതാവായി ഇതോടുകൂടി നശിച്ച്. അതാണ് നിങ്ങളെ നാശം. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഹക്കീം അസ്ഹരിക്കും പേരോടിന്റെയും അഹന്തക്കും അഹങ്കാരത്തിനുമേറ്റ വമ്പൻ തിരിച്ചടിയാണ്. എന്നോടന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. സമസ്ത സെന്ററിൽ കോഴിക്കോട് ലാസ്റ്റ് ഞങ്ങൾ പിരിയുമ്പോ ഞങ്ങൾ പറഞ്ഞിടത്ത് നിന്നോ, ഇല്ലെങ്കിൽ നിന്റെ ശബ്ദം ഇനി കേരളം കേൾക്കുകയില്ല എന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ഇനി അങ്ങനെ കേൾക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന ഞങ്ങൾ അൽഹംദുലില്ലാ ഞങ്ങളുടെ മശായിഖന്മാര് ഞങ്ങളുടെ കരം പിടിച്ചപ്പോ നിങ്ങളുടെ ശബ്ദം കേൾക്കാതെയായില്ലേ. ഇവിടെ ചരിത്രം നിങ്ങൾക്ക് തരുന്ന താക്കീതുകളാണത്. അദ്ദേഹം പറഞ്ഞു, ഇറക്കിയ ഹക്കീം അസ്ഹരിയെ തോൽപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റെടുക്കുന്നു മശായിഖിന്റെ മദദിൽ. നിങ്ങളൊന്ന് നിയമസഭ കാണുന്ന ഞങ്ങൾക്കൊന്ന് കാണണം. എന്നിട്ട് ആ നമ്പറും വെച്ച കാറിലുണ്ടല്ലോ കേരള സ്റ്റേറ്റ് 2 എറിഞ്ഞ് ഓടാൻ പൂതി ഉണ്ടല്ലോ. എന്നാ 1 തന്നെ ആയിക്കോട്ടെ. ഇതിനാ കുറവരുത്തിന്. 1 ഖലീൽ തങ്ങളേക്കാരൻ അതിനാ യോഗ്യത ഉള്ളതാണ്. ആ മൂപ്പർക്കാണല്ലോ അറിയാം എവിടേക്കാണ് നിങ്ങളെ പോക്ക്. അപ്പം നിങ്ങൾ എന്നിട്ട് അതിൻ്റെ ബാക്കിയിൽ എന്താ പറയുന്നത് അറിയോ? പലരും വരും, പലരും പോകും, നമ്മൾ പലർക്കും വാക്കും കൊടുക്കും. അങ്ങനെയാണ് ചിലപ്പോൾ ഉണ്ടാവുക. മന്ത്രിയായി വരിട്ടോ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ വോട്ട് പെറുക്കേ ചെയ്യാവൂ എന്നാണ്. ആരായാലും വരലും കയറലൊക്കെ എല്ലാ സ്ഥലത്തും നടക്കണം. ഇനി ഉണ്ടാവും. അതൊന്നും ഇതിൽ വിഷയമല്ല. നിങ്ങളെ നിലപാട് എന്തായിരുന്നു നിലപാട്? അതാ ബാക്കി തുടരട്ടെ. രഹസ്യ മീറ്റിംഗ് തുടരട്ടെ. വളരെ വ്യക്തമായി പറഞ്ഞു. മണ്ഡല വ്യത്യാസമായിട്ടോ വ്യക്തികളെ നോക്കിയിട്ടോ ജില്ലകളുടെ പ്രശ്നങ്ങൾ നോക്കിയിട്ടോ ഒരു മാറ്റവും ഇതിലില്ല.
കേരളത്തിന്റെ 16 ജില്ലകളിൽ 140 മണ്ഡലങ്ങളിലും ഒരേ നിയമം തന്നെയാണ്. കാരണം പലരും ഉത്താരം എടുത്തു വന്നിട്ട് ഭൂമാല സ്വീകരിച്ചു പോയിട്ടുണ്ട്. വെള്ളക്കുപ്പായം വിട്ട് വന്നിട്ട് എല്ലാവരും ഭൂമാല ഒത്തിയിട്ട് കൈമുത്തിയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടൊന്നും നിങ്ങൾ എന്താക്കേണ്ട ബേജാറാകേണ്ടതില്ല. നമ്മളോട് സഹകരിച്ച് സംസാരിച്ച് ഭരണമുന്നണി 100 ഭാവത്തോളം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് വെച്ച കാര്യങ്ങൾ പലതും അവർ അംഗീകരിച്ചിട്ടുണ്ട്. ഈ അടുത്ത് അപ്പോ ഭരണമുന്നണി നമുക്കെല്ലാ ഉറപ്പും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തുടർ ഭരണമാണ് വേണ്ടത്. ഞങ്ങൾ അന്നേ പറഞ്ഞു ഭരണമുന്നണിയോട് ദയവ് ചെയ്ത് പലയിടത്തേക്ക് പോകല്ലേ, നിങ്ങൾ ആ രൂപത്തിലായി മാറി തോൽക്കണീനും ഇല്ല, ഒരു അന്തസ്സാവുമ്പോൾ കടന്നു പോകും. ഇവലെ എത്ര പിന്തുണച്ചോ നമുക്ക് നഷ്ടം ഉണ്ടാവുള്ളൂ. ഇപ്പം ഞങ്ങളോടൊക്കെ ഓരോരു സഹായം വേണമെന്ന് വെച്ചാൽ ഞങ്ങൾ എന്താ പറയാൻ നേരം അവിടുന്ന് ഓടിക്കഴിച്ചിലേക്ക് ഓടി പറഞ്ഞു. കാരണം സഹായം ഓലർത്തില്ല, ഇല്ലാതെ ഓല എങ്ങനെ തരും? എന്നാ ഒരു നന്ദി ഉണ്ടാവോ? അതും ഉണ്ടാവില്ല. ഒരു മഹാൻ വളരെ ബുദ്ധിമുട്ടിയപ്പോൾ ഒരു മഹാനോട് ഇസ്തിഗാസ, എൻ്റെ രോഗം ഒന്ന് മാറ്റിത്തരണേ, ഒന്ന് ഇടപെടണേ. ഇടപെടാറിന മറ്റയാളെ ഇടപെടലല്ല, മാറ്റിത്തരണേ. ഇന്നെ വരെ ഫോൺ ചെയ്ത് പറയാണ്, ഒന്ന് പറയോ നിങ്ങള് ഷെയ്ഖുനാനോട്, കാര്യം അടങ്ങാറാണ്, ഹോസ്പിറ്റലിൽ അങ്ങേ അറ്റത്തെ അവസ്ഥയിലാണ്. അവരൊന്ന് കരുണയോടെ നോക്കിയപ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് ഒരു നന്ദി ഇല്ലാതല്ലേ പിന്നെ വാക്ക് പറയുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരോട് ഞങ്ങൾ പറഞ്ഞുതരാ, നന്ദി എന്ന് പറയുന്ന ഒരു സംഭവം വിലയിരുത്തുന്നുണ്ടാവില്ല. പറ്റിച്ചതാങ്ങളെ. നിങ്ങളിപ്പോൾ ഇതിനു മുമ്പ് യുനാനി കോളേജിന് വലിയ ഇതൊക്കെ കൊടുത്ത് ഉഷാറാക്കിയല്ലോ. ഇതിലെന്തുണ്ടായി? നിങ്ങളെ കൊണ്ടേ കുയിലിറക്കിയില്ലേ വരെ ഒരു സംഗതി വിലയിരുത്തില്ല, വെറുതെ വിടലല്ലേ ഇതൊക്കെ നടത്തുന്നത്. എന്നിട്ട് പറയാ ഞങ്ങളങ്ങനെ നിലപാടെടുത്തില്ല, വിടൂല നിങ്ങൾ അന്ന് നടത്തിയ മറ്റൊരു വാർത്ത അതിൽ വന്നെന്താണെന്നറിയോ? അതാ എന്തായിരുന്നു എ പി വിഭാഗത്തിന്റെ നിലപാട്? വോട്ടെടുപ്പിന് മുമ്പുള്ള ഒരു ന്യൂസ് മാത്രം ഒന്ന് കേട്ടു നോക്കി നിങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കി AP സമസ്ത വിഭാഗം. ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നവർക്ക് പിന്തുണയില്ലെന്ന് സമസ്ത AP വിഭാഗം. ജമാഅത്തെ ഇസ്ലാമി മത തീവ്ര പ്രസ്ഥാനം. മതരാഷ്ട്രവാദം പുലർത്തുന്ന ജമാഅത്തിനെ പിന്തുണയ്ക്കുന്നവർക്ക് പിന്തുണയില്ല, സഹായിച്ചവരെ തിരിച്ചും സഹായിക്കുമെന്നും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ. തുടർഭരണം വേണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് വോട്ടർമാരാണല്ലോ. ഭരിക്കുന്ന കക്ഷികളുടെ ഭരണം നന്നായെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ തുടർഭരണം അവർ അനുകൂലിക്കും, ഇല്ലെങ്കിൽ അവർ മാറ്റിയെഴുതും. അത് ഒരു പാർട്ടി തീരുമാനിക്കേണ്ടതല്ലല്ലോ. ജനങ്ങൾ ആര് ജയിക്കും ജയിക്കില്ല എന്നൊക്കെ തീരുമാനിക്കേണ്ട ജനങ്ങളാണ്. പക്ഷെ ഞങ്ങളുടെ തീരുമാനത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു മത തീവ്ര പ്രസ്ഥാനമാണ്. അത് മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നു, അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിയില്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായി വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കും എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് തന്നെയാണ്. അതിൽ വലിയ അമർഷം ഈ AP വിഭാഗത്തിലുണ്ട്. പക്ഷേ അത് അവർ VD സതീശന്റെ പേര് പറയുന്നില്ലെങ്കിൽ പോലും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നവർക്ക് തങ്ങളുടെ പിന്തുണ ഇല്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഈ പിന്തുണ സ്വീകരിക്കുമെന്ന് പലപ്പോഴും സതീശൻ തുറന്നു പറഞ്ഞതാണ്. ഇതിൽ വലിയ എതിർപ്പ് ഈ കാന്തപുരം വിഭാഗത്തിലുണ്ട്. പക്ഷേ അത് തുറന്നു പറയാൻ, സതീശന്റെ പേരെടുത്ത് പറയാൻ അവർ തയ്യാറായില്ലെങ്കിൽ പോലും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നവർക്ക് ആർക്കും തങ്ങളുടെ പിന്തുണ ഇല്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നത്. കൃത്യമായി ഇത്തരത്തിൽ UDFന്റെ പിന്തുണ ഉണ്ടാവില്ല. കഴിഞ്ഞ തവണത്തെ പോലെ, എല്ലാ പ്രാവശ്യത്തെ പോലെ LDFന് തന്നെയായിരിക്കും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്തുണ എന്ന കാര്യമാണ് പറയുന്നത്. അതന്നെയാണ്, അതുകൊണ്ടാണ് ഇക്കോലത്തിലായത്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ശരിയല്ല എന്നുള്ളതൊക്കെ ശരി. പക്ഷെ അതിന്റെ അപ്പുറം ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ വലിയ ഭീകര പ്രസ്ഥാനമാണ് മുസ്ലിം ജമാഅത്ത്. തർക്കം വേണ്ട. അതില് യഹ്യൽ ബുഖാരി തങ്ങളെ ആക്രമിച്ചത് അവരല്ലേ? എത്ര സ്ഥലങ്ങളിൽ നമ്മുടെ പരിപാടി മുടക്കി, ചാനൽ പൂട്ടിക്കാൻ വന്നു, ഏതെല്ലാം അക്രമ പരമ്പരകൾ ഇവിടെ നടത്തി. ഇവരല്ലേ ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനക്കാർ? അതിന്റെ ബാക്കിലല്ലേ മറ്റോലൊക്കെ വരുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി പോയിട്ട് ഇവിടുത്തെ യുക്തിവാദികൾ വരെ ചെയ്യാത്ത വലിയ ഗുണ്ടായുസമല്ലേ ഇവരിവിടെ കാണിച്ചത്. എന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണക്കുന്നത് കൊണ്ട് UDFന് ഞങ്ങൾ അനുകൂലിക്കൂല. മാത്രല്ല ഇവരുടെ സ്വന്തം സഹയാത്രികർ ഒരു പ്രഖ്യാപനം നടത്തിയില്ലേ? വോട്ട് കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വരുന്നതിന് മുമ്പുള്ളൊരു ഫിത്രത്തിന്റെ കാലം ഉണ്ടായിരുന്നല്ലോ, ഇതിങ്ങനെ വിലയിരുത്തുന്ന കാലം 4-ാം തീയതി വരെ. അക്കാലത്ത് അങ്ങനെയുള്ള സഹയാത്രികരൊക്കെ വന്നിട്ട് പറഞ്ഞു AP വിഭാഗം മുഴുവനും വോട്ട് ഞങ്ങൾക്കാ ചെയ്തത്. അപ്പം തന്നെ നമ്മൾ ഉറപ്പിച്ചിന് റിസൾട്ട് എന്താവും.
അപ്പറഞ്ഞ ആളടക്കം പൊട്ടി, പിന്നെ പൊട്ടാതിരിക്കൂലല്ലോ, ഓലെ പിന്തുണ കിട്ടിയെന്നല്ലേ പറഞ്ഞേ. ഇപ്പൊ ഫ്രീ ആയി ആള്. പണ്ട് നമ്മൾ ആദർശ യാത്ര എടുക്കുമ്പോൾ ക്ഷണിച്ചപ്പോൾ അങ്ങനത്തെ ചെറിയ പരിപാടിക്കൊന്നും ഞാൻ പോകലില്ല. ഇപ്പോൾ ഫ്രീ ആയല്ലോ, ഇനിയിപ്പോൾ ചെറിയ പരിപാടിക്ക് മാത്രം പോയാൽ മതി. മനസ്സിലായല്ലോ? ഈ ജാതി അഹങ്കാരികൾക്കൊക്കെ പാഠം പഠിപ്പിച്ചിട്ടേ പ്രകൃതി അടങ്ങുള്ളൂ. അത് പ്രകൃതി തന്നെ തിരിച്ചു കൊടുക്കുന്നതാണ്. അതല്ലേ നമ്മൾ പറഞ്ഞ്, നമ്മളിപ്പോൾ നമ്മളെ സുരത് തിരിച്ചു ചെയ്യൂല, അതിൻ്റെ ആവശ്യമില്ല. അത് തിരിച്ച് കിട്ടും, കിട്ടിക്കൊണ്ടേയിരിക്കുന്നു, ഒന്നുമല്ലാതെയാകുന്നു. ഏതായാലും അയാൾ പറയട്ടെ, ആരൊക്കെയാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞോട്ടെ. AP സമസ്തയുടെ വോട്ട് പൂർണ്ണമായിട്ട് LDF ലഭിച്ചിട്ടുണ്ടോ? ഷുവർ, കിട്ടിയിട്ടുണ്ട്, പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷം AP വിഭാഗത്തിൻ്റെ സംഘടനാ ശേഷി വർദ്ധിക്കുന്നതിൽ വലിയ ഒരു സഹായം LDF ഭരണമാണ്. ആ LDF ഭരണത്തോട് അവർക്ക് മതിപ്പാണ്. തങ്ങളെ സഹായിക്കുന്നവരെ തങ്ങളും സഹായിക്കും എന്ന് അവരെടുത്ത സമീപനം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ തവനൂർ, പൊന്നാനി മണ്ഡലങ്ങളിൽ കണ്ടതാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ സംസ്ഥയിൽ ഒരു വിഭാഗീയതയുണ്ട്. അതിൽ അപ്പൊ നോക്കി നിങ്ങൾ പൂർണ്ണമായ വോട്ട് കിട്ടിയെന്നാ പറഞ്ഞു, പൂർണ്ണമായി പൊട്ടും ചെയ്തു. അപ്പൊ നല്ല വോട്ടാ കിട്ടിയിട്ടുണ്ടായ ഏടെ ഈ ചങ്ങായിനോട് പറഞ്ഞിട്ടുണ്ടാവും എന്ത്, ഞങ്ങൾ ചെയ്യാട്ടോ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അണികളില്ല, അല്ലെങ്കിൽ അണികൾ ഇവർ പറഞ്ഞ് കേൾക്കൂല, അല്ലെങ്കിൽ ഇവരുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു. ഈ മൂന്നല്ലാതെ വോട്ട് പൊട്ടിയിൽ വീഴൂല. ഈ പൊട്ടിയിൽ വീണാ പോലും വിജയിക്കൂല അവർക്ക്. അതല്ലേ അതിന്റെ രസം. ഇവര് കൂടെ ഉണ്ടോ, ചെയ്ത വോട്ട് തന്നെ മറിഞ്ഞു കുത്തും, അതാണ്ടാകുക. എന്താവും അവസ്ഥ? അത്രയും ബലാ മുസീബത്ത് പിടിച്ചൊരു ടീമായി മാറിവല്. എന്താ ചെയ്യാ? ഒരു രക്ഷയുമില്ല. ഇനി ഇവരെ ഓരോ ആളുകളും ഇറങ്ങി, അതിന്റെ വാട്സപ്പും പിന്നെ FBയും വഹാബുസൊക്കെ ഒക്കെ പറയാണ്ട് ഒരുപാട്. അതിലേക്കൊന്നും പോകണ്ട. പച്ചയായിട്ട് ഇപ്പം ഇനിയാന്ന് റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം എക്സിറ്റ് പോളൊക്കെ വന്ന് അതിൻ്റെ ചർച്ചകൾ ഇങ്ങനെ നടക്കുകയാണ്. ഏകദേശം ഭരണം മാറും എന്ന രൂപത്തിലുള്ള റിസൾട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പല വലിയ വലിയ നേതാക്കളൊക്കെ അവരവരുടെ ചാനലുകളിൽ വന്ന് പറഞ്ഞ വാക്കുണ്ട്. നമ്മളെ മലപ്പുറത്തിൻ്റെ ഒരു ചങ്ങായി ഹുസൈൻ സഖാഫി കാമിലി ഓമച്ചപ്പൊയ്യാറിനൊരാൾ, അങ്ങക്കൊക്കെ അറിയാം, അവിടുത്തെ വലിയ നേതാവാണ്. അയാളുടെ ചാനലിൽ അയാൾ വന്ന് പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ഈ എക്സിറ്റ് പോൾ ഫലമൊക്കെ വരുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താ അറിയോ, ഭരണം മാറുന്നാണ്. എങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറഞ്ഞേക്കാം, വോട്ട് ചെയ്തൊരൊറ്റൊന്നിനും ബുദ്ധിയില്ല, അതുകൊണ്ടാണ് UDFന് വോട്ട് ചെയ്യുന്നത്. ഇവിടെ ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമ്പോൾ വോട്ട് ചെയ്ത ആളുകളെ ഷണ്ഡന്മാരാക്കുകയാണ് AP വിഭാഗം. ആരെങ്കിലല്ല, കാമിൽ സഖാഫിയാണ്, ബിരുദധാരിയാണ്, കാമിലായ കളവ് പറയാൻ അത്രയും കഴിവുള്ള ആളാണ്. ഒന്ന് കേട്ടോ നിങ്ങൾ അയാളെ, പിന്നെ യൂട്യൂബിൽ വന്ന അയാളുടെ പ്രസംഗം. ഫലം വരുന്നതിന് മുമ്പ് പുറത്തു വന്ന എക്സിറ്റ് പോൾ പോലെ ഫലം എക്സാക്റ്റ് പോൾ ആയി വരികയാണ് എങ്കിൽ അതിനെക്കുറിച്ച് ഒരല്പം വിലയിരുത്തൽ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എക്സിറ്റ് പോൾ മുഴുവനും പറയുന്നത്, അല്ലെങ്കിൽ മഹാഭൂരിഭാഗവും പറയുന്നത് UDF അധികാരത്തിൽ വരും എന്നാണ്. അഥവാ നിലവിലുള്ള സർക്കാർ താഴെ ഇറങ്ങും, പുതിയ സർക്കാർ വരും എന്നാണ്. ഇതുപോലെ തന്നെയാണ് അതിൻ്റെ ശരിക്കുള്ള റിയൽ റിസൾട്ട് എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ആണ് എങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ചിന്താശേഷി മരവിച്ചു പോയവരായോ ഭൂരിഭാഗവും എന്ന് ആശങ്കിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നാം നയിക്കപ്പെടുന്നത്. കാരണം കേരളത്തിന്റെ പുരോഗതിക്കും രാജ്യത്തിന്റെ നന്മക്കും. അപ്പൊ ഇയാൾ പറഞ്ഞ വാക്കേട്ടങ്ങള്, UDF ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ ചിന്താശേഷി നഷ്ടപ്പെട്ട സമൂഹമായി കേരളക്കാർ മാറി. അപ്പൊ ലീഗിനും കോൺഗ്രസിനൊക്കെ വോട്ട് ചെയ്തവർ ബുദ്ധിയില്ലാത്തവരാണ് എന്നാണ് ഈ റിസൾട്ട് വരുന്നതിന് നേരെ മുമ്പത്തെ അയാൾ പറയുന്നത്. അതിന് കാര്യകാരണങ്ങൾ അയാൾ നിരത്തുന്നുണ്ട്. അതിലൊന്നയാൾ പറയുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര നല്ല ഭരണമായിരുന്നു 10 കൊല്ലം. അയാൾ പറയാണ്, ഇനിയിപ്പോൾ ഈ ലീഗ് വന്നാൽ എന്താ അവസ്ഥ? ലീഗിൻ്റെ മന്ത്രിമാരെ കൊണ്ടെടുക്കി മർക്കസിലേക്ക്, എന്നിട്ട് കൈ കഴുകിയിട്ട് നിങ്ങളൊരു ശുചായികളായി നിർത്താനാണ് വിചാരിച്ചേ? നിങ്ങളെ ടോപ്പ് നേതാക്കൾ, സഖാഫിൻ്റെ മേലെ ബിരുദമുള്ള നിങ്ങളെ നേതാക്കളായി പറയുന്നത്, അവർ വന്നാൽ മുഴുവൻ കലാപങ്ങളും ഇവിടെ ഉണ്ടാവും,
ആളുകൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് അവർക്ക് വോട്ട് ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ടിന് നേരെ മുമ്പ് പറഞ്ഞത് അതൊക്കെ ഇന്നും യൂട്യൂബിലുണ്ടത്. ഞങ്ങൾ എന്തിനാ അഡ്രസ്സ് ഇല്ലാത്ത പിന്നെ വാട്സപ്പിലെ ഈ ശബ്ദങ്ങൾ വിടുന്നത്? നേരെ അവർ തന്നെ വന്ന് പറഞ്ഞത് ഇവിടല്ലേ. എന്നിട്ട് നിങ്ങളിപ്പോൾ വലിയ ആളുകളാ നോക്കുക. അടുത്ത ഒന്നുകൂടി കേട്ടാൽ തുടരുന്നു. കലാപവും പൂന്തുറ കലാപവും ഒക്കെ അനുഭവിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഉണ്ടായത് UDF ഭരിക്കുന്ന കാലത്താണല്ലോ. ഇവിടെയുള്ള പ്രമുഖമായ കലാപങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത് UDF ഭരിക്കുമ്പോഴാണ്. കാരണം ഈ വർഗീയ ഫാസിസ്റ്റുകളോട് അലൈൻമെന്റ് നടത്തിയിട്ടുള്ള അലയൻസ് നടത്തിയിട്ടുള്ള കക്ഷി അവരാണ്. BJPയുമായി മുമ്പ് വടകരയിലും ബേപ്പൂരിലൊക്കെ തുടങ്ങിയ ആ കൂട്ടുകെട്ട് ഇപ്പോഴും തുടരുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലും ഉള്ളിലൂടെ എത്രമാത്രം കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് റിസൾട്ട് വരുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ. ഇങ്ങനെ ഇവർ ഭരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഈ വർഗീയ കലാപങ്ങൾ ഈ 10 വർഷത്തിനിടയ്ക്ക് ഒരു ചെറിയ വർഗീയ കലാപം പോലും ഉണ്ടാകാതിരിക്കാൻ ഈ സർക്കാർ ബദ്ധശ്രദ്ധരായിരുന്നു എന്നതുകൊണ്ട് ഒരു കലാപവും ഇവിടെ ഉണ്ടായില്ല എന്നുള്ളത് ഈ സർക്കാരിന് മികവാണ്. ഇങ്ങനെ ഒരു വർഗീയ പ്രശ്നത്തിലേക്കും നമ്മുടെ രാജ്യത്തെ എറിഞ്ഞു കൊടുക്കാത്ത ഈ സർക്കാരിനെ മാറി മറ്റൊരു സർക്കാരിനെ കൊണ്ടുവരണം. അതിലൊന്നും സൂക്ഷ്മതയില്ലാത്ത ആ കലാപങ്ങൾക്കൊക്കെ ഒരുപാട് അവരാണ് ഭരിക്കുന്നതെങ്കിൽ എത്രയോ കലാപങ്ങൾ നടക്കേണ്ട ഒരു അനുഭവാടിസ്ഥാനത്തിൽ നടക്കേണ്ട സമയം കഴിഞ്ഞു. അത്തരത്തിൽ ഇച്ഛാശക്തിയില്ലാത്ത ഒരു സർക്കാരിനെയാണോ ഈ പവറിനോടുകൂടെ പ്രവർത്തിക്കുന്ന സർക്കാരിനെ മാറ്റിയിട്ട് കൊണ്ടുവരാൻ നമ്മൾ ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിക്കാൻ ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ അവർക്ക് ബുദ്ധിയില്ല എന്നല്ല മനസ്സിലാകുന്നത് എന്നതിന്റെ ചോദ്യം മാത്രമാണ് ബുദ്ധിയുള്ളത്. ഇയാൾക്കും ഹക്കീമിനും പേരോണിനും 4 AP-ക്കാർക്കും 4 മൊയ്ലിയമാർക്കും കലാപം ഉണ്ടാക്കാതിരിക്കലൊക്കെ ഇവിടെ ഏത് ഗവൺമെന്റ് വന്നാലും അവർ ചെയ്യേണ്ടതാ. അതവർ ചെയ്യലുണ്ട്. അതാര് എന്നും നോട്ടൊന്നുമില്ല. പക്ഷെ അത് പറഞ്ഞിട്ട് ഇത്രയും വോട്ട് ചെയ്ത ജനങ്ങളെ ബുദ്ധിയില്ലാത്തവരാണ് എന്ന് പറയുന്നത് AP വിഭാഗത്തിലെ വലിയ ബിരുദധാരി നേതാവ് ആരെങ്കിലും എതിര് പറഞ്ഞോ? എന്നിട്ട് നിങ്ങളാണല്ലോ UDFനെ പിന്തുണച്ചവർക്ക് ബുദ്ധിയില്ല എന്നാ പറഞ്ഞേ. നിങ്ങൾക്ക് ഏതായാലും ആയില്ല. എന്നാ നാട്ടുകാരെ കുറിച്ച് പറയണോ? ഒന്നുകൂടി പറയുന്നുണ്ട് അയാള്. ഇതേ മഹല്ലുകളിലൊക്കെ പ്രശ്നമില്ലായിരുന്നു, ഇനി ലീഗിന് വന്നാൽ പ്രശ്നം തുടങ്ങും. കൊണ്ടരിങ്ങൾ ഓരോ MLA-മാരും മർക്കസിലേക്ക്. നിങ്ങളെ ഉള്ളുകള്ളി നിങ്ങളെ നേതാവ് തന്നെ പറയട്ടെ, വെച്ചുകൊടുക്ക്. ഇല്ല എന്നല്ല മനസ്സിലാകുന്നത് എന്നതിന്റെ ചോദ്യത്തിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. പിന്നെ അതുപോലെ മുസ്ലിം സമുദായത്തിനെ പ്രത്യേകമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് ലീഗ് അധികാരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് സർവം മുസ്ലിം മഹല്ലുകളിലും അവർ പോലീസിനെയും മറ്റൊക്കെ ഉപയോഗിച്ച് അടിപിടിയും കേസും ഉണ്ടാക്കും. അടിപിടി ഉണ്ടാക്കിയാൽ പിന്നെ പോലീസ് വരും. പോലീസ് വന്നാൽ പിന്നെ അത് ആ രീതിയിൽ അവരുടെ അണ്ടറിൽ പരിഹരിക്കും, അവർക്ക് പുരോഗതി കിട്ടുന്ന രീതിയിൽ. ഇങ്ങനെയുള്ള മതത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അങ്ങനത്തെ ആളുകൾ ഭരിക്കുന്ന ഈ സമയത്താണ് മതത്തിന്റെ വലിയ നടുക്കഷ്ണമാണ് എന്ന് പറയുന്ന ലീഗ് ഉണ്ടാകുന്ന സമയത്ത്, ലീഗ് ഭരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഘർഷങ്ങളില്ലാതെ ഈ രാജ്യത്തെ രക്ഷിച്ചത്, മഹല്ലുകളെ രക്ഷിച്ചത്. അപ്പോൾ ഈ 10 വർഷം എല്ലാവർക്കും മുസ്ലിം മഹല്ലുകളിൽ കിടന്നുറങ്ങുവാനും അതുപോലെ പള്ളിയിലും മദ്രസയിലും പോകുവാനും വിഹിതം വെക്കൽ ഇല്ലാതാക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ച ഈ സർക്കാർ മാറി അതൊക്കെ ശക്തമായി ഏകപക്ഷീയമായി നടപ്പാക്കുന്ന ഒരു മുൻപത്തെ സർക്കാരിനെ കൊണ്ടുവരണമെന്ന് ഈ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങൾ പറയുന്നുവെങ്കിൽ അവർക്ക് ബുദ്ധിയുണ്ട് എന്നാണോ പറയേണ്ടത് എന്നത്? ബുദ്ധിന്റെ അവിടെ ഇപ്പൊ മൂപ്പരുള്ളത്. ഒരു ബുദ്ധിയില്ലാത്ത ടീം ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ വിജയിപ്പിച്ചെടുത്ത സർക്കാരിനെ ചൂണ്ടിയിട്ട് ജനങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. മാത്രല്ല, എലക്ഷൻ വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് വരെ ലീഗിനെതിരെയുള്ള പ്രഭാഷണങ്ങളാണ് അവരുടെ ചാനലുകളിൽ നിറഞ്ഞു നിന്നത്. ഇപ്പൊ ഈ കഥ ഞാൻ പറയുന്നത് മണ്ണാർക്കാടൊന്നല്ല, ഞങ്ങളുടെ കയ്യിൽ എൻ്റെ എല്ലാ രേഖകളുണ്ട്. ലീഗിനെതിരെ നടത്തിയ അതേ ചാനലിലും മറ്റ് ചാനലുകളിലൊക്കെ വന്ന ഒരു പ്രസംഗം കേട്ടു നോക്ക്. എത്രണ്ണം വിടൊന്ന്. മുസ്ലിം സമുദായത്തിന്റെ പേര് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എന്തവകാശമാണ് ഈ പേര് വെച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാനുള്ളത്? ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, SSF-നെ സംബന്ധിച്ചിടത്തോളം, SYS-നെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭീഷണിയല്ല. നിങ്ങളുടെ കൊലപാതകങ്ങളെ കൊണ്ട്, നിങ്ങളുടെ ആക്രമണങ്ങളെ കൊണ്ട്, നിങ്ങളുടെ ക്രൂരമായ കലാപങ്ങളെ കൊണ്ട് ഒരിക്കലും ഈ പ്രസ്ഥാനത്തെ തടുക്കാൻ കഴിയില്ല. കാലം 45ഓളം വരുന്ന സുന്നി പ്രവർത്തകരെ കൊല ചെയ്ത ഈ പ്രസ്ഥാനം, ആ സമയം ഞങ്ങൾ ഉണ്ടായത് കുണ്ടൂരിലെ കുഞ്ഞുവിനെ കൊല ചെയ്യുമ്പോ മുസ്ലിം ലീഗിലെ കിരാതമായ കരങ്ങളിൽ വെച്ചുകൊണ്ട് ആ മഹത്തായ ഇപ്പോ കണ്ടോ വോട്ട് ആർക്ക് എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ടാണ്.
കുണ്ടൂരിലെ കുഞ്ഞു മുതൽ എണ്ണിയ 45 ഷഹീദുകൾ ഉണ്ടായാലോ. ഈ ഒരു മാല തന്നെ ഉണ്ടാക്കട്ടോ, സുഹദാമാല 45 ഉള്ളത്. ഈ ലീഗിനെ നിങ്ങൾ വിജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളെ കഥ? ഒന്നുകൂടി ഒരു അതേ പ്രഭാഷണം, അതിൻ്റെ ആ ഹെഡിങ്ങൾ ശരിക്കും നോക്കണം. ഈ എലക്ഷൻ്റെ തൊട്ട് മുമ്പ് ഇവരെ ചാനലുകളിൽ വന്ന പ്രസംഗങ്ങളാണൊക്കെ ഇപ്പോഴുണ്ട്, ഒഴിവാക്കിയിട്ടില്ല. ഇനി ഒഴിവാക്കിയിട്ട് കാര്യമില്ല, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ചേർത്ത് വെച്ചതാ. ഒന്നുകൂടി അതിന്റെ ഹെഡിങ് വായിച്ചു. കലാപമുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് യാത്ര നടത്തിയ, സ്നേഹസന്ദേശ യാത്ര നടത്തിയ മുസ്ലിം യൂത്ത് ലീഗിന്റെ മുനിസിപ്പൽ പ്രസിഡന്റ് അടക്കം, വിദ്യാർത്ഥി പ്രസ്ഥാനമായ MSFന്റെ മുനിസിപ്പൽ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളാണ് ഇത്തരം കിരാതമായ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തതെങ്കിൽ ഈ സമുദായത്തെയാണോ, ഈ സമുദായ പാർട്ടിയാണോ സമുദായത്തെ രക്ഷിക്കാൻ വരുന്നത്? ഈ സമുദായത്തിന് എവിടെ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ടോ ആ ആക്രമണത്തിന്റെ പിന്നിലൊക്കെ മുസ്ലിം ലീഗിന്റെ കിരാതമായ കരങ്ങളുണ്ട് എന്നത് ഞങ്ങൾ ഒരിക്കലും മറക്കാതെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്ത ആക്രമണങ്ങൾ എന്തൊക്കെയാണ്? ബോംബിട്ടുകൊണ്ട് സുന്നി കൈരളിയിലെ പണ്ഡിതന്മാരെ തകർക്കാൻ, അവരുടെ വാഹനങ്ങൾ തകർക്കാൻ, അവരെ കൊലക്കിരയാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും ഞങ്ങൾ പതറിയിട്ടില്ല. എന്നിട്ട് വേണ്ടേ ഈ കാലഘട്ടത്തിൽ എന്താ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? ഈ പണിയൊക്കെ ചെയ്യുന്നത് വരുവാണ്. ഗുണ്ടായിസം എന്ന് ഇവരുടെ സ്വന്തല്ലേ, അത് വേറെ ആർക്കും അവകാശപ്പെടാൻ പറ്റൂലല്ലോ. എല്ലാ നിലക്കും ഗുണ്ടകൾ ഇവരല്ലേ ആയി മാറിയത്. നമ്മൾക്കെതിരെ മുഴുവൻ സജീവമായ ഗുണ്ടായിസം നടത്തി. എന്നിട്ടിപ്പോ ലീഗിനെതിരെ നിങ്ങൾ അരയും തലയും മുറുക്കി ഇറങ്ങി തോറ്റ് തൊപ്പിയിട്ടപ്പോ ഇപ്പൊ ഞങ്ങൾ ലീഗിന്റെ ആള് നടക്കുവോ? ഞങ്ങളുള്ള കാലത്ത് നിങ്ങൾ അതിന് വിടൂല. സ്വീകരണമൊക്കെ നിങ്ങൾ കൊടുത്തോളി, പക്ഷേ ഉള്ളു ഞങ്ങൾ എടുത്തു പുറത്തിടും. ആ ടീമിനല്ലേ നിങ്ങളിപ്പോ നിങ്ങൾ വിശ്വസിക്കുന്നതാണെങ്കിൽ എന്താ ഇപ്പം നിങ്ങളെ കഥ? 45 ശ്രോതാക്കളെ കൊന്ന ആൾക്കാ സ്വീകരണം. എന്ത് 45 പോയിട്ട് ഒറ്റൊന്നുമില്ല, പച്ച നുണ പറയാം. അല്ലെങ്കിൽ പല സംഘടനക്ക് വേണ്ടി മരിച്ച ഷഹീദാ എവിടുക്കാ നിങ്ങൾ കൊണ്ടുപോകണം? അതുകൊണ്ട് ഇവിടെ മൊത്തം വിലയിരുത്തി കഴിഞ്ഞു. നിങ്ങൾ വട്ടപൂജയാണെന്ന് ഇവിടുത്തെ സോഷ്യൽ മീഡിയയും ഇവിടെയുള്ള എല്ലാ വാർത്താ ചാനലുകളും ഒന്നിച്ച് രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു ചെറിയ കഷ്ണം കൂടി കാണിച്ചു കൊടുക്കുക. EK സുന്നി വിഭാഗങ്ങൾ ഒരു വിഭാഗത്തെയും SDPIയെയും കാന്തപുരം AP സുന്നി വിഭാഗത്തെയും കൂട്ടുപിടിച്ച ഇടതുപക്ഷത്തിന് സമുദായം തിരഞ്ഞു നിർത്തിയ സ്ഥാനാർത്ഥികൾക്ക് ജയിച്ചു കയറാനായില്ല എന്നുള്ളത് ഇരുട്ടടിയായി. കേരളത്തിലെ വോട്ടർമാർ സ്വന്തം സമുദായമെന്ന കിണറ്റിലെ തവളകളല്ലെന്ന പാഠമാണ് സാമുദായിക നേതാക്കൾക്ക് നൽകുന്നത്. സൂചന കണ്ടുപഠിച്ചാൽ നല്ലത്. അതാ ഞങ്ങളും പറഞ്ഞു, സൂചനയല്ല ഇപ്പൊ ശരിക്കും കൊണ്ടുപഠിച്ചിന്. സൂചനന്റെ കാലൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പൊ നേരെ കണ്ടുപഠിച്ചില്ലേ, കൊണ്ടുപഠിക്കാറില്ല. അതാ ഇപ്പൊ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഇലക്ഷനിൽ അതിന്റെ 1-ാം തീയതി മുതൽ റിസൾട്ട് വരുന്ന ദിവസം വരെ ഇവിടുത്തെ UDFനും ലീഗിനുമെതിരെ നിങ്ങൾ പ്രസ്താവനകൾ ഇറക്കി, വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചു, നിങ്ങളുടെ യൂട്യൂബ് ചാനലുകൾ അതിനായി പ്രവർത്തിച്ചു. അണികൾക്ക് വിവരം നൽകുക എന്ന അർത്ഥത്തിൽ നിങ്ങൾ ഇവിടെ മീറ്റിങ്ങുകൾ നടത്തി, ഖലീൽ തങ്ങളെ പോലെയുള്ള ആളുകൾ വാർത്താ സമ്മേളനം നടത്തി. എല്ലാ അർത്ഥത്തിലും പുതിയൊരു 3-ാം ഊഴത്തിൽ ഭരണം തുടരുമെന്ന് നിങ്ങൾ കരുതി പണിയെടുത്തു. ഒരു രക്ഷയുമില്ലാത്ത നിങ്ങളുടെ വർക്ക്, പക്ഷേ ഒരു മദതും നിങ്ങൾക്കില്ലാത്തത് കൊണ്ട്, ഒരു സഹായവും ഇല്ലാത്തത് കൊണ്ട്, നിങ്ങൾ പിന്തുണച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത തോൽവി നിങ്ങൾ ആർക്കാണോ പിന്തുണച്ചത് അവർക്ക് സംഭവിച്ചു കഴിഞ്ഞു. അതാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്, വല്ല ധൈര്യവും നിങ്ങൾക്ക് ബാക്കിയുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ എല്ലാ നേതാക്കളും കൂടി. ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. ഏതായാലും ഒക്കെ അണിയറയിൽ ശരിയായി നിങ്ങളിങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണല്ലോ. ബാലറ്റ് പേപ്പർ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിൽ എപ്പോഴാ ഹക്കീം അസേരിയുടെ ചിത്രം വരാന്ന് ഓർത്ത് നിൽക്കല്ലേ? നിങ്ങൾക്ക് വലിയ വോട്ട് ബാങ്ക് ഉണ്ട് എന്നല്ലേ പറയുന്നത്? അണികളുണ്ട് എന്നല്ലേ സമ്മേളനം കണ്ട് വിലയിരുത്തിയത്? ഓ മുസ്ലിം ജമാഅത്തുകാരാ, മുസ്ലിം ജമാഅത്ത് എന്ന പേര് രാഷ്ട്രീയ പാർട്ടിയുടെ പേരാക്കി മാറ്റിയിട്ട് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും നിങ്ങളുടെ സ്വന്തം ആളുകളെ ഇറക്കിയിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മുസ്ലിം ജമാഅത്തിന് കഴിയുമോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. ഇറങ്ങിക്കളിക്ക് നിങ്ങൾ. അങ്ങനെ ഒരു കാലം നിങ്ങൾക്ക് വരുമെങ്കിൽ
അന്നാണ് ജനം ഒന്നുകൂടി തിരിച്ചറിയുക, ഇല്ല, മുസ്ലിം ജമാഅത്ത് എന്നത് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ മാത്രമാണ്. അതിനെ സാവിയത്ത് സൂഫിയ എന്ന മശായിഖിന്റെ അഹില് ചെറിയ ഒരു കുത്തുകൊടുത്താൽ ആ ബലൂണ് മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാവുകയല്ലാതെ ആദർശത്തിന്റെ മുമ്പിലോ രാഷ്ട്രീയപരമായോ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു അണു അളവ് ശക്തി പോലും ഈ ജമാഅത്തിനില്ല എന്നതിന്